അവിടെ എന്ത് ഇതാ ടി വി ഒരു റിജിലായിട്ട് കളിക്കുന്നുണ്ട്. ടിവിയുടെ പ്ലെയർ കൗണ്ട് 1 2 3 4 5 6 7 8 9 10 പേര് ടിവിയുടെ സൈഡിൽ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫൈറ്റ്. ഓക്കെ, KSD അഥവാ KSD അതായത് Z30 വേഴ്സസ് RZ7 ഒരു ഫൈറ്റ് വരാൻ നല്ലൊരു ചാൻസ് കാണുന്നു. ഇപ്പോൾ കറന്റ് എല്ലാം സെറ്റ് അല്ലേ ഗൈസ്? എല്ലാം സെറ്റ് അല്ലേ? ഇവിടെ കറന്റ് ഒരു തേർഡ് പാർട്ടി വരികയാണെങ്കിൽ TVS സൈഡിൽ നിന്ന് ഒരു തേർഡ് പാർട്ടിക്ക് നല്ലൊരു ചാൻസ് കാണുന്നു. പക്ഷേ Z30 തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ ടിവിക്ക് നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ടിവിയെ തിരിച്ച് ആ മലയിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇപ്പൊ കറന്റ് നോക്കുകയാണെങ്കിൽ 8 ടീമും 73 പ്ലേയേഴ്സുമാണ് നമുക്കുള്ളത്. 8 ടീമും 73 പ്ലേയേഴ്സും. കിൽ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റാലിയ വിത്ത് 19 കിൽസ് 2 സ്ക്വാഡിനെയും വൈപ്പാക്കിക്കൊണ്ട് ഇറ്റാലിയ അവരുടെ വരവ് അറിയിച്ചിട്ടുണ്ട്. 2 സ്ക്വാഡിനെയാണ് വൈപ്പാക്കിയിട്ടുള്ളത്. ഇതൊരു ടെസ്റ്റ് മാച്ചാണ്. പക്ഷെ എൻ്റെ ആവേശങ്ങൾ നിങ്ങൾ നോക്കേണ്ട. ഞാനിങ്ങനെയാണ് എപ്പോഴും. ഓക്കെ, Z30 ഒന്ന് ബാക്ക് ഓഫ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. Z30 പ്ലേയേഴ്സ് മൊത്തത്തിലൊന്ന് കുറച്ചധികം ഒന്ന് ബാക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇറ്റാലിയ TBSുമായിട്ട് ഒരു ഫൈറ്റ്. TBSലെ സാവിയനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇറ്റാലി ഓടി നടന്ന് അടിക്കാൻ മാത്രം, ഞങ്ങൾ ഓടി നടന്ന് അടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ 20ാമത്തെ കില്ല്. അറ്റ് ദ മൊമെന്റ് 8 ടീം ബാക്കി നിൽക്കെ 20ാമത്തെ കില്ലുമായി ഇറ്റാലി ഏതാ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറ്റാലിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് TBSന്റെ ഒരു ബാക്ക് സ്റ്റാമ്പുമായിട്ട് Z30 വന്നിരിക്കുന്നത്. Z30 ഡെവിൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. KSD മറാഡു സാബു ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, സെയിനിന് അവിടെ ഒരു പിക്ക്, ധ്രുവ് വോക്സ് ഒരു പിക്ക്. ആ ഒരു ഫൈറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇറ്റാലിയുടെ ഒരു തേർഡ് പാർട്ടിയുമായി ഇറ്റാലിയ കയറി വരുന്നു. അതിനു പുറമെ ഇറ്റാലിയുടെ തേർഡ് പാർട്ടിയുടെ അവിടെ തന്നെ Z30 NV ആൻഡ് TBS റോൺ ഏതൻ ഇറ്റാലിയുടെ ഒരു തേർഡ് പാർട്ടി. അത് നല്ല രീതിക്ക് ഇറ്റാലിക്ക് അവിടെ കില്ല്, നല്ലൊരു കില്ല്, അത്യാവശ്യം ഒരു എമൗണ്ട് ഓഫ് കില്ല് അവിടെ നിന്ന് കിട്ടും. ഇവിടെ TG ഒരു തേർഡ് പാർട്ടി, ഫോർത്ത് പാർട്ടിയുമായിട്ട് ഇതാ അടുത്ത TG അവിടെ വന്നിരിക്കുന്നു. TG കയറി വരുന്നു. ഫോർത്ത് പാർട്ടിയുമായിട്ട് ഇതാ TG കയറി വന്നിരിക്കുന്നു. ലാഗ് വരുന്നുണ്ടോ ലൈവിലാ? അല്ല, സാൻഡയ്ക്ക് ലാഗ് അടിക്കുന്നുണ്ടോ? സാൻഡയ്ക്ക് ലാഗ് ഉണ്ടാവും, മറ്റേ കൂട്ടിട്ടേക്കല്ലേ. ഓക്കെ, ഇവിടെ ഇറ്റാലിയുടെ ഭാഗത്തുനിന്ന് ഒരു വിഷയം കളി. ഇറ്റാലിയ ഒട്ടും വിട്ടുകൊടുക്കാതുള്ള ഒരു കളി. KSDയിലെ ഡ്രേക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. Z30 ഓക്കെ, KSD ഡ്രേക്ക് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി Z30 ആകെ അവശേഷിക്കുന്നത് NV വ്രിറ്റ്സ് മാത്രമാണ്. NV വ്രിറ്റ്സ് TGയുടെ ഒരു റഷ് നമുക്ക് കാണാൻ സാധിക്കുമോ? TG ഇവിടെ ഒരു റഷ് ചെയ്ത് വരുന്നു. ഇറ്റാലി വേഴ്സസ് TGA. അതിനൊരു ബാക്ക് സ്റ്റാബുമായി ഇത് RZ7 ജോയിൻ ചെയ്യുന്നു. TJക്ക് ഒരു ബാക്ക് സ്റ്റാബുമായി RZ7 ജോയിൻ ചെയ്യുന്നു. TJ ഒരു സാൻഡ്വിച്ച് അവസ്ഥയിലാണ് ഇപ്പൊ കറന്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. TJ സാൻഡ്വിച്ച് ആയിട്ടുണ്ട്. പക്ഷെ TJ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. തങ്ങളുടെ ഫ്രണ്ടിലുള്ള ടീമിനെ കേറി അടിക്കാൻ വേണ്ടി TJ കേറിയിട്ടുണ്ട്. TJ അവിടെ, പക്ഷെ ഇറ്റാലി അവിടെ ത്രാഗ് അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ജോസുട്ടി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ജോസുട്ടി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇവിടെ ഇറ്റാലിയ വേഴ്സസ് TJ. വിസ്ഡം അവിടെ ഒരു പിക്ക്, TJ ലൂക്കാസ് ഒരു പിക്ക്, സേവിയർ ഒരു പിക്ക്, മാലിക് ഒരു പിക്ക്, ജോസുട്ടിയുടെ അടുത്തൊരു പിക്ക്, കൊച്ചുകുഞ്ഞ അവിടെ ഒരു പിക്ക് എടുക്കുന്നു. അങ്ങനെ ഇറ്റാലിയനെ വൈപ്പാക്കിക്കൊണ്ട് TJ അവിടെ അവരുടെ ഫൈറ്റ് അവർ പിടിച്ചെടുത്തിരിക്കുന്നു. ഇറ്റാലിയ വിത്ത് 28 കിൽ അവിടെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. RZ7 ബാക്ക് സ്റ്റാബുമായി ഇതാ VNV ആണ് വന്നിരിക്കുന്നത്. RZ7 ഒരു ബാക്ക് സ്റ്റാബുമായി VNV. അതിന്റെ ബാക്കില് മാസ് വന്നിരിക്കുന്നു. ഇതാ VNVക്ക് ഒരു ബാക്ക് സ്റ്റാബ് ആണ് നമ്മൾ കാണുന്നത്. ഫുൾ എങ്ക പാത്താലും ബാക്ക് സ്റ്റാബുകളുടെ കളികൾ. ഇതാ VNV ജോയിനിങ് പാർട്ടി വിത്ത് മാസ്.
മാസുമായിട്ടുള്ള പാർട്ടി VNV ജോയിൻ ചെയ്യുന്നു. RZ7 TJയുടെ ഒരു ബാക്ക് സ്റ്റാബ് മനസ്സിലാക്കിക്കൊണ്ട് RZ7 അവിടെ നിന്ന് ബാക്ക് ഓഫ് ചെയ്ത് കളിക്കുന്നു. മാസ് റേജ് അവിടെ ഒരു പിക്ക് എടുക്കുന്നു. VNV അട്രസ്ലോക്ക് ഒരു പിക്ക്, പീഫ് ഒരു പിക്ക് എടുക്കുന്നു. പിന്നെ ഫെലിക്സ് അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഗ്രിംജ് ഒരു പിക്ക് എടുക്കുന്നു. സൂസ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. റഷ്യൻ DNL അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അവിടെ മാസ് അങ്ങനെ VNVയെ ഫുൾ വൈപ്പ് ചെയ്തുകൊണ്ട് മാസ്. ഓക്കെ, TJ പ്ലേ സ്റ്റില്ലുണ്ട് ഇവിടെ. RZ7 കേറി ചെല്ലുന്നത് TVയുടെ അടുത്തേക്കാണ്. RZ7 കേറി ചെല്ലുന്നത് TVയുടെ അടുത്തേക്കാണ്. TV ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ RZ7ന്റെ RZ7ന്റെ പപ്പു ഫ്ലൈറ്റിന്റെ ഫ്ലാഗ് ഫുള്ളായി കറങ്ങി ചെല്ലുന്നു. RZ7 പപ്പുവിന് അവിടെ നല്ലൊരു പിക്ക് കിട്ടാൻ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. എന്തേലും കരിഞ്ഞ അവിടെ ജുഗുർ ഫുള്ളി ഓപ്പൺ. ജുഗുർ ഡൗൺ ആവാൻ നല്ലൊരു സാധ്യത കാണുന്നു. ജുഗുർ ഫുള്ളി ഓപ്പണിലാണുള്ളത്. ആ കുറയുന്ന ലൈഫ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത് ചെറിയൊരു ബഗ് മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇതാ ജുഗുറിന് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. ജുഗുറിന് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. TV ഡെസ്ട്രോനും നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. RZ7ന്റെ ഭാഗത്തുനിന്ന് നല്ല എല്ലാ പ്ലേയേഴ്സും RZ7ന്റെ 8 പ്ലേയേഴ്സ് ആണ് RZ7 ലൈവ് ആയിട്ടുള്ളത്. RZ7ന്റെ 8 പ്ലേയേഴ്സും ആ ഒരു ഫ്ലാപ്പും കയറി അടിക്കുന്ന ഒരു വിഷയമടി തന്നെയാണ് കാണുന്നത്. ഇവിടെ TJ ആൻഡ് മാസും ഒരു അടി നടന്നുകൊണ്ടിരിക്കുന്നു. TJ vs മാസ് ഇവിടെ നല്ലൊരു അടി നടന്നുകൊണ്ടിരിക്കുന്നു. 5 ടീമുകളും 5 ടീം. ഓക്കെ, Z30 ഒറ്റൊരു പ്ലെയർ മാത്രം ഉണ്ട്, NV ബ്രിഡ്സ്. Z30 NV ബ്രിഡ്സ് മാത്രം ഉണ്ടായിരുന്നു. എവിടെ NV ബ്രിഡ്സ്? ടിവിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് NV ബ്രിഡ്സ്. ഓ എന്റെ മോനെ, ഈഗിൾ പറയുന്ന പോലെ മരമായിരിക്കുന്നു NV ബ്രിഡ്സ്. അവിടെ NV ബ്രിഡ്സ് ഒരു സോളോ ഗായ്. ബട്ട് NV ബ്രിഡ്സ് ഓക്കെ. ഇവിടെ നോക്കുകയാണെങ്കിൽ മാസ് സോണിലേക്ക് കയറാനുള്ള ഒരു ട്രൈ. TJയുടെ ഭാഗത്തുനിന്ന് മാസിന് നല്ലൊരു ഫൈറ്റിംഗ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ RZ7 ഓൾറെഡി സോണിൻ കയറി നിൽക്കുന്നുണ്ട്. ഓക്കെ, TV സോണിൻ കയറിയിട്ടുണ്ട്. TV മാസ് RZ7 ആൻഡ് TJ ആണ് ഇപ്പൊ. ഓക്കെ, പിന്നെ Z30 NV ബ്രിഡ്സും അവശേഷിക്കുന്നു. NV ബ്രിഡ്സ് പതുക്കെ സോണിലേക്ക് കേറി കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, NV ബ്രിഡ്സിനെ സ്പോട്ട് ചെയ്തുകൊണ്ട് RZ7 എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണോ നിൽക്കുന്നത്? അല്ല, ഞാൻ ചാവത്തില്ല, അങ്ങനെയൊന്നും ചാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കവറിൽ കയറിയിരിക്കുന്നു NV ബ്രിഡ്സ്. ഈ കളി കഴിയുന്നതോടുകൂടി ചോര തുപ്പുന്നതാണ് എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എനിക്ക് TJ സോണിലേക്ക് കയറാനുള്ള ഒരു ട്രൈ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ TV ഇത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. TJ എന്താ അടിക്കാത്തെ? എന്താ ആരാ? ഓക്കെ, TJ ഒരു തേർഡ് പാർട്ടി അടിക്കാൻ വേണ്ടി TJ അവിടെ കയറുന്നത് മാസും TJയും തമ്മിലുള്ള ഒരു ഫൈറ്റ് എടുക്കാൻ വേണ്ടി. ഓക്കെ, ജോസുട്ടി അവിടെ അൺബാൻ എടുത്തിരിക്കുന്നു. ജോസുട്ടി ഓൺ ഫുൾ ഫോം ആണ്. നേരത്തെ ഒരു മാച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിലും ജോസുട്ടി ഓൺ ഫുൾ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, TJ സോൺ ഔട്ടിലൂടെ കടന്നു വരുന്നുണ്ട്. മാസ് സോണിൽ നിന്നിരുന്ന മാസിന് ഒരു ഡിസഡ്വാൻറ്റേജ് കൊടുത്തുകൊണ്ട് TJ കളിക്കുന്നു. പക്ഷേ ഓക്കെ, തിരിച്ചെടുക്കാൻ പറ്റുമോ? ബുള്ളോപ്പി അവിടെ ഒരു പിക്ക്, രവി ഒരു പിക്ക്, ഗ്രിംജോ ഒരു പിക്ക്, ബുള്ളോപ്പിയുടെ രണ്ടാമത്തെ പിക്ക്. ഓക്കെ, റഷ്യൻ DNL ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. എക്സിൻഡർ TJ സേവിയർ ഒരു പിക്ക്. ഓക്കെ, TVയുടെ ഒരു തേർഡ് പാർട്ടി ജോയിൻ ചെയ്തുകൊണ്ട് TVയെ അവർ കാത്തു നിന്നിരുന്ന ഒരു നിമിഷത്തിലായിരുന്നു അവർ കടന്നു വന്നത്. തേർഡ് പാർട്ടിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് TVയുടെ 2 പിക്ക് എടുത്തുകൊണ്ട് ഇതാ TJനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നു. ഡെസ്ട്രോയിന്റെ കില്ല് എടുത്തുകൊണ്ട് റേജ്. മാസ് അവിടെ വൈപ്പ് ആയിട്ടില്ല. ഇപ്പോഴും മാസ് അവിടെ അവശേഷിക്കുന്നു. മാസിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദേ ആർ ഇൻ സോൺ ഔട്ട്. ഓക്കെ, മാസിന്റെ നിക്കോദാസ് ഇവിടെ നിൽക്കുന്നുണ്ട്. TV ജുഗ്രും നിക്കോദാസ് മാസിന് സോണിൽ കയറാൻ പറ്റുമോ? അതോ TVയെ കയറി സോണിൽ കയറി അടിക്കുന്നു, സോൺ ഔട്ടിൽ കയറി അടിക്കുന്നു. റഷ്യൻ DNL ഡൗൺ, റെക്സ് ഡൗൺ. 2 പിക്കും അവരെടുത്തിട്ടുണ്ട്. ഈ ഒരു സോണ് നല്ലൊരു ഡാമേജ് കൊടുക്കുന്ന സോണാണ്. ഇവർ കേറിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ കത്തം. ബൈ ടാറ്റ ഗയ.
ഓക്കെ സോണിലേക്ക് ഓടിക്കേറുന്നുണ്ട്. ബുള്ളോപ്പിൽ ആണോ ലാസ്റ്റ് മാൻ? അല്ല, മാസിലെ നിക്കോദാസും ഉണ്ട്. മാസിലെ നിക്കോദാസ് ആൻഡ് ബുള്ളോപ്പി ആൻഡ് നിക്കോദാസ്. ഇല്ലല്ലേ, ഇവൻ ഇട്ടിട്ടുള്ള നിക്കോദാസ് എന്നാണോ? നിക്കോദാസ ഇവൻ ഇട്ടിട്ടുള്ള നിക്കോദാസ് എന്നാണ് എനിക്കറിയാം. നിക്കോ പാസ് അർജന്റീനിയൻ പ്ലെയർ ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഇവനിട്ടുള്ള നിക്കോദാസ് ആണ്. ഓക്കെ, R7 ഒരു എൻട്രി. R7 അവിടെ ഒരു എൻട്രി. R7 അവിടെ നേരെ വന്നു നിക്കോദാസിനെ ഡൗൺ ആക്കിയിരിക്കുന്നു. ബുള്ളോപ്പി ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ഓൺ. മാസിൽ ബുള്ളോപ്പി ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. പക്ഷേ ഇവിടെ ടിവിയുടെ ഭാഗത്തുനിന്ന് ഒരു കിടില മൂവ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. തേർഡ് പാർട്ടിക്ക് പോയ R7 കയ്യിൽ നിന്നും സോൺ തിരിച്ചെടുത്തുകൊണ്ട് സോൺ പിടിച്ചെടുത്തുകൊണ്ട് ടിവിയെ ഇവിടെ മാസ് ബുള്ളോപ്പി ആൻഡ് ഓക്കെ മാസ് ബുള്ളോപ്പിയെ ഡൗൺ ആക്കിക്കൊണ്ട് R7. ഇനി R7 സോണിയിൽ കയറുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ആ ഒരു മാച്ച് പ്രഡിക്ഷൻ ഈ നമ്മുടെ ടിവിയുടെ സൈഡിൽ നിന്നുള്ള ഒരു കോൾ ഔട്ട്, അതൊരു കിടിലൻ കോൾ ഔട്ട് ആണ്. കാരണം സോണിലേക്ക് വായോ, അവർക്ക് എന്തായാലും സോണിലേക്ക് വരണം. ആ ഒരു കോൾ കിടിലമാണ്. ഇവിടെ R7 ഒരു ബാക്ക് സ്റ്റാബ് വന്നത് അവർക്ക് നല്ല രീതിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആയി വരുന്നു. പപ്പു സോൺ ഔട്ടിലേക്ക് കടക്കേണ്ടി വരുന്നു. പപ്പു സോൺ ഔട്ടിൽ ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ് ഞാൻ കാണുന്നു. പപ്പു സോൺ ഔട്ടിൽ ഡൗൺ ആവുമോ? പപ്പു ഡൗൺ. അതുപോലെ തന്നെ പ്ലേയേഴ്സ് സ്മോക്ക് എല്ലാം ഇട്ടുകൊണ്ട് പ്ലേയേഴ്സ് കയറുന്നു. പക്ഷെ ടിവിയെ അവരെ നോക്കിയിരിക്കുകയാണ് സോണിലേക്ക് കയറ്റാൻ. ഓക്കെ, R7 അവിടെ ഫുള്ളി ഡിസഡ്വാൻറ്റേജ് വന്നത് അവര് സോണ് വിട്ട് കളിച്ചതാണ്. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ സ്റ്റിൽ സോണിലേക്ക് കയറാനുള്ള ഒരു ട്രൈ എടുത്തുകൊണ്ട് സോണിലേക്ക് കയറുന്നു. പ്രണവ് സേട്ടൻ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. പ്രണവ് സേട്ടൻ ബാലൻസ് ഓൺ ഔട്ട് വീഴാൻ നല്ലൊരു ചാൻസ് കാണുന്നു. ഇത് തിരിച്ചു പിടിക്കുമോ? R7 തിരിച്ചു പിടിക്കുമോ? ഈ കളി കയ്യിന്ന് പോയ കളി തിരിച്ചു പിടിക്കാൻ R7 കഴിയുമോ? കയ്യിന്ന് പോയ കളി തിരിച്ചു പിടിക്കാൻ R7 കൊണ്ട് കഴിയുമോ? R7 അറബി മാക്ക് അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഏബലിന്റെ കില്ല് ഫിനിഷ് ചെയ്യുന്നു. അറബി മാക്ക് സോൺ ഔട്ടിൽ ഡൗൺ ആവുന്നു. ഇല്ല, ഇത് കുറുപ്പ് ഡാനി. ഓക്കെ, PRF ഇറ്റാച്ചി അവിടെ ഒരു ഫിനിഷ്. തലപ്പതി അവിടെ ഓസ്കിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓസ്കി ഡൗൺ ആണ് അവിടെ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. ഇല്ല, ടിവിയെ ആ ഒരു ഫൈറ്റ് വിജയിച്ചിരിക്കുന്നു. ടെസ്റ്റ് മാച്ച് ആണ്, ഇവിടെ വേറെ കൊണ്ടൊന്നും വേണ്ട. ഇനി വേണമെങ്കിൽ നിങ്ങൾ